ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ ഇൻ ഓർഡർ ടു അതിൻ്റെ മീനിങ് എന്താണ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻ ഓർഡർ ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതിനായി, അങ്ങനെ ചെയ്യാനായി എന്നൊക്കെയാണ്. ടു എക്സ്പ്രസ് ദ പേർപ്പസ് ഓഫ് സംതിങ്. അപ്പോൾ അങ്ങനെ ചെയ്യാനായി, അതിനായി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്യാനായി, എങ്ങനെ ചെയ്യാനായി എന്ന് തോന്നുന്നില്ലേ? ഇൻ ഓർഡർ ടു കഴിഞ്ഞ് വരുന്ന വേർബ് ആണ് അത് തീരുമാനിക്കുന്നത്. ഏത് വേർബാണോ അതിനനുസരിച്ച് ആ ഒരു കാര്യം ചെയ്യാനായി എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ഓർഡർ ടു റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുക. ഇൻ ഓർഡർ ടു റീഡ് എന്ന് പറഞ്ഞാൽ വായിക്കുന്നതിനായി. ഇൻ ഓർഡർ ടു റൈറ്റ് എഴുതുന്നതിനായി. ഇൻ ഓർഡർ ടു ലേൺ പഠിക്കുക, പഠിക്കുന്നതിനായി. ഇൻ ഓർഡർ ടു ടീച്ച് എന്നാൽ പഠിപ്പിക്കുക. ഇൻ ഓർഡർ ടു ടീച്ച് പഠിപ്പിക്കുന്നതിനായി. അപ്പോൾ ഏത് വേർബാണോ ഇൻ ഓർഡർ ടു എന്ന് കഴിഞ്ഞ് വരുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് വേർബ് വേണമെങ്കിലും ഉപയോഗിക്കാം. വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ലേൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോമാണ്, ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. ടീച്ച്, റൈറ്റ്, റീഡ് എന്നൊക്കെ പറയുന്നത് വേർബിൻ്റെ ബേസ് ഫോമാണ്. പാടാനായി, ഓടാനായി, ചാടാനായി, നടക്കാനായി ഇതൊക്കെ നമുക്ക് ഇൻ ഓർഡർ ടു ഉപയോഗിച്ചുകൊണ്ട് പറയാവുന്നതാണ്. ഇനി നമുക്ക് സെൻറ്റൻസ് എക്സാമ്പിൾസ് നോക്കാം. ഐ വെൻറ്റ് ടു എ ഷോപ്പ് in order to buy a bag. I went to a shop. ഞാൻ ഒരു ഷോപ്പിൽ പോയി. In order to buy a bag. ഒരു ബാഗ് വാങ്ങുന്നതിനായി. ഇനി ആ സെൻറ്റൻസ് തന്നെ നമുക്ക് in order to ആദ്യം സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ വയ്ക്കാം. In order to buy a bag, I went to a shop. ഞാനൊരു ഷോപ്പിൽ പോയി, ഒരു ബാഗ് വാങ്ങുന്നതിനായി ഞാൻ ഷോപ്പിൽ പോയി എന്നായി. അപ്പോൾ ഇൻ ഓർഡർ ടു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലും വയ്ക്കാം. ഒരു മീനിങ്ങിൽ ഒരു വ്യത്യാസവും വരില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇൻ ഓർഡർ ടു എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സെൻറ്റൻസിൽ ഇൻ ഓർഡർ ടു ബൈ എ ബാഗ് എന്ന് കഴിഞ്ഞ് ഒരു കോമ ഇടണം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ഇൻ ഓർഡർ ടു ബൈ സം വെജിറ്റബിൾസ്. ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ഇൻ ഓർഡർ ടു ബൈ സം വെജിറ്റബിൾസ്. കുറച്ച് പച്ചക്കറികൾ വാങ്ങുന്നതിനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇൻ ഓർഡർ ടു ബൈ സം വെജിറ്റബിൾസ് ഐ ആം സ്റ്റാൻഡിങ് ഹിയർ എന്നും പറയാം. പക്ഷേ അവിടെ ഒരു കോമ വേണം എന്ന് മാത്രം. ഹി ഈസ് വെയിറ്റിംഗ് ഹിയർ ഇൻ ഓർഡർ ടു സീ ഹിസ് ഫ്രണ്ട്. ഹീ ഈസ് വെയിറ്റിംഗ് ഹിയർ. അവൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു സീ ഹിസ് ഫ്രണ്ട്. അവൻ്റെ ഫ്രണ്ടിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്, കാണുന്നതിനായിട്ടാണ്. ഇൻ ഓർഡർ ടു ബൈ എ ന്യൂ ബൈക്ക് ഹി ഹാസ് ടു സേവ് മണി. ഇൻ ഓർഡർ ടു ബൈ എ ന്യൂ ബൈക്ക്, ഒരു ബൈക്ക് വാങ്ങുന്നതിന് വേണ്ടി. ഇൻ ഓർഡർ ടു ബൈ മീൻസ് വാങ്ങുക. ഇൻ ഓർഡർ ടു ബൈ എ ബൈക്ക് ഹി ഹാസ് ടു സേവ് മണി. ഹി ഹാസ് ടു സേവ് മണി, അവന് പൈസ സേവ് ചെയ്യണം. ഇൻ ഓർഡർ ടു ലൂസ് വെയ്റ്റ് ഷീ ഡിസൈഡഡ് ടു ജോയിൻ എ ജിം. ഇൻ ഓർഡർ ടു ലൂസ് വെയ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വെയ്റ്റ് കുറയ്ക്കുന്നതിനായി അവൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ടു ജോയിൻ എ ജിം. അവൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഇൻ ഓർഡർ ടു ഇതിൻ്റെ യൂസ് മനസ്സിലായില്ലേ? പിന്നെ ഇൻ ഓർഡർ എന്നുള്ള ആ ഒരു രണ്ട് വേർഡ് മാറ്റിക്കൊണ്ട് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. ടു ബൈ വെജിറ്റബിൾസ് ഐ വെൻറ്റ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാലും, ഇൻ ഓർഡർ ടു ബൈ വെജിറ്റബിൾസ് ഐ വെൻറ്റ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാലും രണ്ടും മീനിങ് സെയിം തന്നെയാണ്. ഇൻ ഓർഡർ എന്നുള്ള ആ രണ്ട് വേർഡ് നമ്മൾ എടുത്തു മാറ്റി, പക്ഷേ ഇവിടെ മീനിങ്ങിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇൻ ഓർഡർ എന്ന് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അവിടെ ഒരു കുഞ്ഞ് വ്യത്യാസം ഉണ്ട്. സാധാരണ നമ്മൾ എവരിഡേ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടു ബൈ എന്ന് മതി. ടു ബൈ വെജിറ്റബിൾസ് ഐ വെൻറ്റ് ടു മാർക്കറ്റ്. അത് വളരെ കറക്റ്റ് തന്നെയാണ്.
അത് മീനിങ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇൻ ഓർഡർ ടു എന്ന് ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ഫോർമൽ വേയിലായി. അല്ലാതെ ടു എന്ന് മാത്രം യൂസ് ചെയ്താലും സെൻറ്റൻസ് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇൻ ഓർഡർ ടു ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ?